Good morning everyone. Welcome to Vinny's Kitchen. Hi, hello, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സമയം രാവിലെ 6:30 മണി. നമ്മുടെ കിച്ചാപ്പൂവും കണ്ണേട്ടനും കറക്റ്റായിട്ട് ഒരാൾ സ്കൂളിലേക്ക് ഒരാൾ ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള സമയമായി. അവരെ നമുക്ക് ബായ് പറഞ്ഞയച്ചതിന് ശേഷം നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വ്ളോഗ് തുടങ്ങാം. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയി അവർ രണ്ടുപേരും ഇറങ്ങി. കണ്ണേട്ടനും ഡിന്നർ കൊണ്ടുപോകാറുണ്ട്, കിച്ചു ലഞ്ചും കൊണ്ടുപോകാറുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ പോകുമ്പോൾ കഴിച്ചിട്ടാണ് പോകാറുള്ളത്. ഓക്കെ, അവരെ ബായ് പറഞ്ഞു അയച്ചു. ഇനി നമ്മൾ നമ്മുടെ കുറച്ച് ഗാർഡൻ വിശേഷങ്ങളുമായി ഇന്ന് നമുക്ക് തുടങ്ങാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷി ഇറക്കിയിട്ടുണ്ട്, ഇറക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൃഷിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്രാവശ്യം വിൻ്ററിന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഏരിയ ആയിരുന്നു ആദ്യം നമ്മൾ ഒരു പോയ കൊല്ലം വിൻ്ററിൻ്റെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി സംഭവങ്ങൾ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡ് പൊതുവേ നമ്മൾ മോൾ വശം കടന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, താഴത്തായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ക്യാബിൻ്റെ ഉള്ളിലും എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന സൈഡിലത്തെ വരി കല്ലുണ്ടല്ലോ, അത് വരയ്ക്കുമായിരുന്നു ആദ്യം. ഇപ്പോൾ കുറച്ചും കൂടി ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ആ എക്സ്റ്റൻഷൻ മാത്രമല്ല, വേറെയും കുറേ അപ്പുറത്തെ സ്ഥലത്തും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാലക് ചീരയുടെ വിത്തിട്ടത് പാകിയത് അത് വന്നിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഈ ഒരു ഏരിയ കണ്ടോ, അതിനെയും ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയും കൂടി നമ്മൾ കവർ ചെയ്തു. ഇനി വലിയ വലിയ പോട്ട്സ് ബാക്കി നിൽക്കുന്നുണ്ട്, അതും കൂടിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അതിലും കൂടിയിട്ടൊന്ന് ഫില്ല് ചെയ്യണം. ഈ ഒരു ഏരിയ എടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പണ്ടേ ആലോചിച്ച് വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ ഭാഗം കുറച്ചും കൂടി നല്ല സൺലൈറ്റും എല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു കൃഷി ഇറക്കണം എന്ന് മനസ്സിലുണ്ടായിക്കൊണ്ടിരുന്നു. ശരി പോട്ടെ, നമുക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല വിളവെടുപ്പായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ധൈര്യമായിട്ട് നമ്മൾ ഇറക്കി. ആൻഡ് യെസ്, നമ്മുടെ കരുവേപ്പില കുട്ടൻ സൂപ്പറായിട്ട് വളർന്ന് നല്ല മരമായിട്ടുണ്ട്. ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള കരുവേപ്പില തന്നെയാണ് നമ്മൾ എപ്പോഴും കറികൾക്കും എല്ലാം ഇവിടുന്ന് യൂസ് ചെയ്യുന്നത്. സൂപ്പറായിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ഗുഡ്, കുഴപ്പമില്ല, അതൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വിത്ത് പാകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമുക്കുള്ള ദിവസങ്ങളെന്ന് പറയണമെങ്കിൽ നമ്മൾ എത്ര കെയർ ചെയ്താലും ഇവരെ മതിയാവില്ല. അതായത് വൺസ് നമ്മൾ ഈ ഒരു കൃഷി എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ 24 hours ഇവർക്ക് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, വെറുതെ വല്ലതും പറഞ്ഞിട്ടോ കാണിച്ചോ കൂട്ടിയിട്ടോ കാര്യമില്ല. നമ്മൾ ഇറക്കുന്ന പൈസ, ഇതിനെല്ലാത്തിനും ഒരു പൈസ ഇൻവോൾവ്ഡ് ഉണ്ടല്ലോ. അത് എന്താ പറയുക, നമ്മൾ മുടക്കുന്ന പൈസ തൊട്ട് നമ്മുടെ ടൈം തൊട്ട് എനർജി തൊട്ട് എല്ലാം വേസ്റ്റായിപ്പോവും. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ പുറപ്പെടേണ്ടതെന്നുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങൾ പോലുള്ള സ്ഥലത്താണ് നിങ്ങൾ ഈ കൃഷി കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഇറങ്ങുക. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാം, എനിക്ക് സമയമുണ്ടോ? എനിക്ക് സമയമില്ല, പക്ഷേ ഞാൻ സമയം കണ്ടെത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്കിത് ഭയങ്കര താല്പര്യമാണ്. ഈ താല്പര്യമുള്ള കാര്യം ചെയ്യുക എന്ന് പറയണത് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര തൃപ്തിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ വീട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫാം ഹൗസ് മെൻറ്റാലിറ്റിയാണ് എപ്പോഴും എനിക്ക്. കുറേ പശുക്കൾ, കുറേ കൃഷി, കുറേ പച്ചക്കറികൾ, കുറേ പൂച്ചകൾ, കുറേ നായ, കുറേ പശു, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് പശുവും ആടും കോഴിയും ഒന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ മാക്സിമം എൻ്റെ വീട് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു മിനി ഫാം ഹൗസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. സോ ഇനി ഇവിടുന്ന് ഉള്ള ഡെഡിക്കേഷനായിട്ടുള്ള സമയങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിത്ത് പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഫോഴ്സ്ഫുള്ളി വെള്ളം ഒഴിക്കാൻ പാടില്ല. മഴ വരുന്ന പോലെയുള്ള സെറ്റിംഗ് ആയിരിക്കണം നമ്മുടെ പൈപ്പ്, അല്ലെങ്കിൽ ആ വിത്ത് പുറത്തേക്ക് വരും. ഓക്കെ, കുത്തനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്ത് പുറത്തേക്ക് വരും. അതായത് ഒന്നുമില്ലെങ്കിൽ മഞ്ഞ് പെയ്യുന്ന പോലുള്ള സെറ്റിങ്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി മഴ പെയ്യുന്ന പോലുള്ള ആ ഒരു സെറ്റപ്പ് ആയിരിക്കണം.
പിന്നെ എപ്പോഴും ആ മണ്ണ് ഈർപ്പം തട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ ഈ ഭാഗത്തൊക്കെ ഇട്ടിരിക്കുന്നത് കുമ്പളങ്ങ, തണ്ണിമത്തൻ, സ്വീറ്റ് മെലൺ, കയപ്പയ്ക്ക, പീച്ചിങ്ങ എന്താ വെച്ചാൽ പടരണ സാധനങ്ങളൊക്കെ ഇവിടെ പന്തലുണ്ട്, അതിൽ കൂടെ പടർത്തി വിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ മണ്ണ് കാര്യങ്ങൾക്ക്, ആ ഓർഗാനിക്കായിട്ടുള്ള ആ വളത്തോട് കൂടിയിട്ട് ഉള്ള മണ്ണൊക്കെ തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള നാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ജൈവ വളത്തിന് എല്ലാത്തിനും ആ ഒരു നാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, ഈ കൂട് കാര്യങ്ങളൊക്കെ പണ്ട് കണ്ടിട്ടുള്ള എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എൻ്റെ പുറമേ ഉള്ള പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ അവരൊക്കെ ഇപ്പോൾ വീട്ടിലത്തെ പൂച്ചക്കുട്ടികളായതുകൊണ്ട് കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് വെച്ചിരിക്കണോ എന്ന് മാത്രം. ഇപ്പോൾ ഈ 2 കൂടിനെ ഒരുമിച്ചാക്കാനുള്ള പ്ലാനാണ് ഞാൻ. സോ ദാറ്റ് അവർക്ക് ഉള്ളിൽ നിന്നുള്ള പൂച്ചകൾക്ക് മുഴുവൻ ഇനി പുറത്തേക്കും വന്ന് സുഖമായിട്ടിരിക്കാമല്ലോ. അപ്പോൾ യെസ്, അങ്ങനെ നമ്മുടെ കൃഷിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മെനക്കേടുള്ള കാര്യമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഉള്ള ദിവസങ്ങളെല്ലാം തന്നെ നല്ല മെനക്കെട്ട ദിവസങ്ങളാണ്. ഇവരുടെ പിന്നാലെ തന്നെ നിൽക്കണം. ഞാൻ പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള രീതിയിൽ എന്താണ് പറയുക, അതല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള വെള്ളങ്ങൾ കൊടുക്കൽ ഒന്നും തന്നെ ഇല്ല. ഒക്കെ നമ്മുടെ മാനുവലായിട്ടുള്ള കാര്യമാണ്. ഇവരെ നമ്മൾ കൈകൊണ്ട് നോക്കണ പോലെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമല്ല. സോ ഇനിയുള്ള ദിവസങ്ങൾ ഹാർഡ് വർക്കിംഗ് ദിവസങ്ങളാണ്. സോ അത് കഴിഞ്ഞു വിശേഷം. ഇനി നമ്മുടെ കേരളപ്പിറവി ദിവസം ഉള്ള വിശേഷം നമുക്ക് നോക്കാം. കേരളപ്പിറവി ദിവസം അറേബ്യൻ റാഞ്ചസിൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, റാഞ്ചസ് മലയാളീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റാഞ്ചസ് മലയാളി ഗ്രൂപ്പ് നമ്മൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു, കേരളപ്പിറവി. അപ്പോൾ അതിൻ്റെ അന്നത്തെ ദിവസത്തെ ഉച്ചയ്ക്കുള്ള സദ്യ വിനീസ് കിച്ചൻ്റെ വകയായിരുന്നു. സോ അങ്ങനെ നമ്മൾ എല്ലാവർക്കും സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി, ഒരു 25 പേരോളം ഉള്ള സദ്യയാണ്. പാലടപ്രഥമൻ, രസം, സാമ്പാർ, ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടുള്ളൂ. സാമ്പാറായി, പിന്നെ നമ്മൾ എന്താണ് പറയുക, ഗോതമ്പ് പ്രഥമൻ, അത് കഴിഞ്ഞതിന് ശേഷം പുളിശ്ശേരി, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് സൈഡിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ആദ്യം പയറ് മെഴുക്ക് വരട്ടി, അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം രാവിലെ 4:30 മണിക്ക് എണീച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ക്യാബേജ് തോരൻ, അതേമാതിരി തന്നെ പൈനാപ്പിൾ പച്ചടി, അതേമാതിരി കുറുക്ക് കാളൻ, പിന്നെ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഓലനുണ്ട്, ബീട്രൂട്ട് പച്ചടിയുണ്ട്, എല്ലാ വിഭവങ്ങളും, സദ്യയുടെ എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിയൽ, കൂട്ടുകറി, പിന്നെ ചോറ്, പപ്പടം, ശർക്കര ഉപ്പേരി, ചിപ്സ്, ചക്കട ചിപ്സ്, ഇഞ്ചിപ്പുളി, നാരങ്ങ അച്ചാർ, പഴം, ഇതൊക്കെയായിരുന്നു. ആൻഡ് എവ്രിബഡി ലൈക്ഡ്. എല്ലാവർക്കും എല്ലാം ഇഷ്ടമായി, സൂപ്പറായിട്ടുണ്ട്. ക്വാണ്ടിറ്റിയൊക്കെ എല്ലാവർക്കും തികഞ്ഞു എന്നറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. തലേ ദിവസം നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ആൻഡ് രാവിലെ 4:30 തുടങ്ങി 11 മണിയാകുമ്പോഴേക്ക് അവസാനിച്ചു. യെസ്, നമ്മളിതാ കേരളപ്പിറവിക്ക് പോകാൻ റെഡിയായി. ആൻഡ് എല്ലാവരും ഫ്രണ്ട്സാണ്, എല്ലാവരും കുറേ പേര് എൻ്റെ നെയ്ബേഴ്സാണ്. എല്ലാവരും സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആൻഡ് ഇല നിറയെ നമ്മുടെ കേരള സദ്യ കാണുമ്പോൾ തന്നെ ഉള്ള ഒരു സന്തോഷം വേറെയാണ്. സോ എവ്രിബഡി എൻജോയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നാട്ടിലത്തെ ഫീൽ ആൻഡ് എല്ലാവരും സദ്യ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു എല്ലാവരും വിളമ്പാനും എന്താ പറയുക, ചോറെടുത്തിട്ട് പോകാനും, സാമ്പാറും പിന്നാലെ രസവും പായസവും ഒക്കെ ആയിട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പറായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ആൻഡ് എല്ലാവരും കഴിച്ചു, സന്തോഷം, തൃപ്തിയായിട്ടുള്ള രീതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് തിരുവാതിരക്കളി അവർ പ്രാക്ടീസ് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ വശമില്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാമറാമാനായിരുന്നു. ആൻഡ് എല്ലാവരും നിന്നിട്ട് തിരുവാതിരക്കളി കളിക്കുക, ആ പാട്ട് കേൾക്കുക, അതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക്കാണെന്നേ. അത് നമ്മൾ ഇവിടെയൊക്കെ താമസിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീലൊക്കെ ഒന്ന് വേറെ ലെവലിലേക്ക് തന്നെ പോകും. ആൻഡ് എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ, അതായത് ഒരു കാര്യം ആലോചിക്കണം, ആരും തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടല്ല വന്നിരിക്കണേ. അവിടെ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് മിരിയം എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ചെയ്ത് ഒരു 4-5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിൻ്റെ
ബലാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ആൻഡ് ദേ ഡിഡ് ഇറ്റ് അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ. 4-5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഇതാണ് മിരിയം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ എല്ലാവരും കൂടി കളിക്കുന്നത്. ആൻഡ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഹെർ നെയിം ഇസ് സെലീൻ. അപ്പോൾ സെലീൻ്റെ വീട്ടിലായിരുന്നു. പച്ച സാരി, വൈറ്റ് ആൻഡ് ഗ്രീൻ സാരി ഉടുത്തിട്ടില്ലേ, അതാണ് സെലീൻ. ആൻഡ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. എല്ലാം സൂപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ അന്നത്തെ ദിവസം നല്ല രീതിയിൽ കഴിഞ്ഞോട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് വിശേഷങ്ങൾ. ഗാർഡനിങ്ങിൻ്റെയും എന്താണ് പറയുക, കേരളപ്പിറവി ദിവസം എന്തായിരുന്നു എന്നുള്ളതും എല്ലാം കൂടിയിട്ടായിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് പങ്കുവെച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ, വ്ളോഗും റെസിപ്പിയുമായി തിരിച്ചു വരാം. ബൈ.